കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് എല്ലാ സമയത്തും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 3/4 കിലോഗ്രാമോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഓർഗോ തലശ്ശേരി ചിക്കൻ കറി ബ്ലെൻഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി മസാലയാണ് കേട്ടോ. ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സവാളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പാക്കറ്റിൽ, ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടേതായിട്ട് ഓർഗോ തലശ്ശേരി ചിക്കൻ കറി ബ്ലെൻഡ് മാത്രമല്ല, ഓർഗോയുടേതായിട്ട് മറ്റു പല പ്രൊഡക്റ്റും ഉണ്ട്. മട്ടൺ ബിരിയാണി മസാല, അതുപോലെ ബീഫ് ഉലർത്ത് മസാല, അങ്ങനെ ഒരുപാട് വിധം പൗഡറുകൾ ഇവരുടേതായിട്ട് വരുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് തലശ്ശേരി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 2 സാഷയാണ് വരുന്നത്. ഒന്നിൽ കറി പൗഡറും പിന്നെ മറ്റേതിൽ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കറി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പകുതിയാണ് ഇടുന്നത്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 3/4 കിലോഗ്രാം ചിക്കനാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി പൗഡറിൻ്റെ പകുതിയാണ് ഞാൻ ഈ ചിക്കനിലോട്ട് ഇട്ടിരിക്കുന്നത്. ബാക്കി പകുതി നമുക്ക് എയർ ടൈറ്റായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ സാഷ കൂടി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇതിലുള്ളത്. തക്കാളി ഇല്ല കേട്ടോ. തക്കാളി കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതും ഞാൻ പകുതി നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വഴറ്റേണ്ടിയും അതൊന്നും ആവശ്യമില്ല. കട്ട് ചെയ്യുക വഴറ്റുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നിങ്ങൾക്ക് ആ ഒരു തക്കാളിയുടെ പുളിയും ഫ്ലേവറും വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബോക്സാണ് നമ്മുടെ ഈ ഒരു ഓർഗോ തലശ്ശേരി ചിക്കൻ കറി ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. സാധാരണ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കറി റെഡിയാവാനായിട്ട് ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് സമയം വേണം കേട്ടോ. നമ്മുടെ ചിക്കൻ വേവണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു 20 മിനിറ്റ് ഞാനിത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതൊരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ കറി തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മസാല ഞാൻ ഇത്രയും രുചി പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കറി പോലെ തന്നെ രുചി ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഓയിൽ ചേർത്തതുകൊണ്ട് ഇതൊട്ടും നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ മേലേലും എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ താളിച്ചൊഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളിയുടെ കളറ് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, താളിച്ചൊഴിച്ചിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എത്ര പെട്ടെന്നാണല്ലേ തയ്യാറായത്. നമുക്ക് വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യണ്ട, അതുപോലെ വഴറ്റാൻ നിൽക്കണ്ട, എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും അങ്ങനെ എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്